இளநீரில் தண்ணி இல்லைங்க. ஸ்பாட் worship of Lord Vishnu you must visit because ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ ഇന്നൊരു ക്ഷേത്ര ദർശനത്തിനായിട്ട് പോവാണ് കേട്ടോ. ഇത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ തലേന്ന് രാത്രി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് കേട്ടോ. അതായത് ഫ്രൈഡേ നൈറ്റാണ് ഇങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് വേറൊരു ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെരുമാൾ കോവിലിൽ പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ താമ്പരത്തുള്ള ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അതിപ്രശസ്തമായൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ തിരുനീർമലൈ പെരുമാൾ ക്ഷേത്രം എന്ന് പറയും കേട്ടോ. ഇത് വൈഷ്ണവ ക്ഷേത്രമാണ്, വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ നമ്മളിവിടെ തമിഴിൽ പറയുന്നത് പെരുമാൾ എന്നാണ്. അപ്പോൾ അങ്ങനെ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്. നമ്മളിങ്ങനെ സ്കൂട്ടിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്നൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല മഴക്കോളും മഴച്ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടത്തേക്ക് പൂ ഇങ്ങനെ മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പെരുമാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ താമരയും തുളസിമാലയും മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ റോഡ് സൈഡിലുള്ള ഒരു ആൻറ്റിയുടെ കടയിൽ നിന്ന് ഇങ്ങനെ പൂ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നൊരു ക്ഷേത്രമുണ്ട്. അതായത് ആ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ കാണുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയാണ് അടിവാരത്തിലെ ക്ഷേത്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കയറി കണ്ട് തൊഴുതിട്ട് വേണം മേലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമാൾ, അതായത് മഹാവിഷ്ണു 4 ഭാവങ്ങളിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇരിക്കുന്ന രീതിയിലും നടക്കുന്ന രീതിയിലും കിടക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നിൽക്കുന്ന രീതിയിലും അങ്ങനെ 4 വ്യത്യസ്ത ഭാവങ്ങളാണ് കേട്ടോ ഉള്ളത്. അതിൽ അടിവാരത്തുള്ള ഏറ്റവും താഴെ നമ്മൾ ആദ്യം കയറിയ ആ ക്ഷേത്രത്തിൽ നീർവർണ്ണ പെരുമാൾ എന്ന് പറയും. അത് നിൽക്കുന്ന രൂപമാണ്. അതുപോലെ മലമുകളിൽ നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രം ഉണ്ടല്ലോ, മേലോട്ട് സ്റ്റെപ്പ് കയറി പോകുന്ന ക്ഷേത്രത്തിൽ ശാന്ത നരസിംഹമൂർത്തി ഇരിക്കുന്ന രൂപത്തിലുണ്ട്. പിന്നെ നടക്കുന്ന രൂപം ഉലകളന്ത പെരുമാൾ എന്ന് പറയും, അല്ലെങ്കിൽ വളരുന്ന രൂപമെന്നും പറയും. പിന്നെ അതുപോലെ തന്നെ രംഗനാഥർ എന്ന് പറയും, അത് ശയന രൂപമാണ് കേട്ടോ. രംഗനാഥ ക്ഷേത്രത്തിലെ പെരുമാളിനെ ശയന രൂപത്തിലാണ് കാണപ്പെടുന്നത്, അനന്തപത്മനാഭന്റെ ആ ഒരു രൂപത്തിൽ. അപ്പം ഇങ്ങനെ ഈ 4 ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പെരുമാളുള്ളത് കേട്ടോ. അപ്പം നമ്മൾ താഴെ കണ്ട് തൊഴുതിട്ടാണ് മേലോട്ടേക്ക് പോകുന്നത്. അപ്പം 4 ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രം അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പിന്നെ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് അവിടെ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് വേണം ഈ പടിക്കെട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ അടിവാരത്തിലുള്ള ആ ക്ഷേത്രത്തിൽ കയറിയിട്ട് നേരെ ഓപ്പോസിറ്റ് തന്നെ അവിടെ നിന്ന് ഈ പടിക്കെട്ട് വഴി കയറി 200ഓളം സ്റ്റെപ്സ് ഉണ്ട്. ഇതുവഴി നമ്മൾ നടന്ന് കയറി മേലെ പോയി തൊഴുവാണ് വേണ്ടത്. അപ്പോൾ ഈ പടിക്കെട്ടിൽ ഈ മഞ്ഞളും കുങ്കുമൊക്കെ തേച്ച് പിടിപ്പിച്ചേക്കുന്നില്ലേ, അതിങ്ങനെ നേർച്ചയാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നേർന്നിട്ട് നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ പോയിട്ട് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ കർപ്പൂരം കത്തിച്ചും അതുപോലെ ഈ മഞ്ഞൾ തേച്ചും ഒക്കെ നടന്നു പോകാറുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. തമിഴിൽ 1000ഓളം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കുറേ കോമഡി സീനൊക്കെ വരുന്ന കുറേ അധികം സിനിമകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1800 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. 8ാം സെഞ്ചുറിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രമാത്രം പഴക്കമുള്ള ക്ഷേത്രമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്ഷേത്രത്തിന്റെ മേലക്കയറി നിന്നാൽ നല്ല കാറ്റാണ്. അതുമാത്രമല്ല ഇവിടെയൊക്കെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല കാട് പിടിച്ചിങ്ങനെ കിടക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ തന്നെ. ഇപ്പം മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ, മറക്കരുത്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അകത്ത് പൂജ നടന്നുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റിയത് കേട്ടോ. ഒരു 8:30-9 മണിക്കാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ പ്രസാദമാണ് മേടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് കേട്ടോ. ഇവിടുത്തെ ഒരു കാരദോശ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസാദം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മേടിക്കാനായിട്ട് മറന്നുപോയതാണ്. അപ്പോൾ അതവിടെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീടാണ് ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. പിന്നെ ഞങ്ങളിവിടെ പ്രസാദമായിട്ട് മേടിച്ചേക്കുന്നത് പുളിയോദരയും പിന്നെ ഒരു ചക്കരപ്പൊങ്കലാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിനും ആമിക്കും ഒക്കെ പുളിയോദര കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ചക്കരപ്പൊങ്കൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ രണ്ടും എല്ലാവരും കൂടി ഷെയർ ചെയ്ത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അവിടെ അപ്പം, നെയ്യപ്പം, ദോശ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ലഡു ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ലഡു അതൊക്കെ അങ്ങനെ മേടിക്കുന്നില്ല. ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മൊത്തം
മൊത്തം കാടാണ് കേട്ടോ. ഈ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല റിലാക്സ്ഡ് ആണ് ഈ ഒരു ഏരിയ. പിന്നെ നല്ല കാറ്റുമാണ്, നല്ല തണുത്ത കാറ്റടിക്കും. നിങ്ങൾ ഈ മഴ സമയം അല്ലെങ്കിൽ അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ടൈം നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. രാവിലത്തെ സമയത്ത് വരുന്നതാണ് കൂടുതൽ നല്ലത്. എനിക്ക് ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ പോകുന്നതാണ് കേട്ടോ ഇഷ്ടം, വൈകുന്നേരത്തേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠകളൊന്നും മനുഷ്യർ കൈകൊണ്ട് ചെയ്തതല്ല, സ്വയംഭൂവായിട്ട് അതായത് ഭൂമിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അഭിഷേകവും കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നും കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വരണം കേട്ടോ, മറക്കരുത്. അങ്ങനെ നമ്മൾ എന്തായാലും തൊഴുതൊക്കെ കഴിഞ്ഞ് നല്ല സമാധാനമായിട്ട് ഇറങ്ങി വന്ന് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല കേട്ടോ. അത്രയ്ക്കും നല്ല തണുത്ത കാറ്റും നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷം. വലിയ കൂട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിന്ന് ശനിയാഴ്ച ആണല്ലോ വന്നേക്കുന്നത്. സാധാരണ ഈ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ അത്യാവശ്യം നല്ല തിരക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഏകാദശി സമയത്തൊക്കെ നല്ല കൂട്ടമായിരിക്കും. പിന്നെ 3 മാസം കഴിഞ്ഞാൽ ഇവിടെ കുംഭാഭിഷേകമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റുമൊന്നും പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനും ഒന്നും പറ്റില്ല. തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ എയർപോർട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലൈറ്റ് ഒക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ക്ലിപ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കേ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഹസ്ബൻഡ് പറയുവേ. എല്ലാവർക്കും നമസ്കാരം. സോ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം വന്ന് തിരുനീർമലയാണ്. ഇത് വന്ന് 8ാം നൂറ്റാണ്ട് പല്ലവന്മാർ കെട്ടിയ കോവിലാണ്. പിന്നെ അത് കഴിഞ്ഞ് റെനോവേറ്റ് വന്ന് ചോളന്മാർ റെനോവേറ്റ് ചെയ്തതാണ്. സോ ഈ കോവിലിൻ്റെ പ്രത്യേകത വന്ന് പഴയ മെഡ്രാസ് ആൾക്കാർക്ക് ഈ കോവിലിൻ്റെ പ്രത്യേകതയാണ്. മോർ ദാൻ 1000 മൂവീസ് ഈ സ്ഥലത്തിൽ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. മെയിൻ കോമഡിയുള്ള ഒരു സിനിമ ഉണ്ട്. പണ്ട് ഇവിടെ വടിവേൽ കൗണ്ടർമണി സെൻറ്ററിൽ കൊടുത്ത് ഇളനീരിൽ തണ്ണി ഇല്ലെങ്കിൽ എന്ന് ആ സ്പോട്ട് വന്ന് ഇവിടെയാണ് എടുത്തത്. സോ ഇത് വൺ ഓഫ് ദ ഐക്കോണാണ്. പിന്നീട് ഒരു മുഖ്യ കാരണം വന്ന് ഈ കോവിൽ 108 ദിവ്യ ദേശത്തിൽ വരുന്നതാണ് മഹാവിഷ്ണുവിന് വേണ്ടി. സോ ഇത് 58 സ്ഥലമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആടിൻ്റെ സൗണ്ട് കേൾക്കാം. ആട് ഒരു ഭീകര ജീവിയാണ്. പിന്നീട് വന്ന് ഇത് നമുക്ക് ബെസ്റ്റ് ടൈമിംഗ് വെച്ചാൽ രാവിലെ വരണം. രാവിലെ വന്നാൽ നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ, സെർണിക്ക അറ്റ്മോസ്ഫിയർ ആയിരിക്കും, നല്ല വ്യൂ ആയിരിക്കും. പിന്നീട് ഇവിടെ മോസ്റ്റ്ലി എയർപോർട്ട് അടുത്തൊരു കാരണത്തിൽ നമുക്ക് എയർപ്ലെയിൻ പോകണം, നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ താമ്പ്രം കുണ്ടത്തൂർ ആ ബൈപ്പാസിൻ്റെ വഴിയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊരു നല്ല ഫീൽ ആയിരിക്കും. പഴനി തിരുപ്പതി പോണ അതേ കോൺസെപ്റ്റോടെ കെട്ടിയ കോവിലാണ്. സ്ഥലത്തിൻ്റെ പ്രത്യേകത വന്നു വെച്ചാൽ ഇത് പണ്ട് ഗ്രാമമുള്ള സ്ഥലമായിരുന്നു. നിങ്ങൾക്ക് ഒരു 10 years to 20 years ബാക്കിൽ വന്ന് 1500 പോപ്പുലേഷൻ ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇത് സിറ്റിയായി. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വന്ന് ഇത് കാണാൻ നമുക്ക് ഗ്രാമത്തിൻ്റെ ഫീലായിരിക്കും. പാറ പിന്നീട് നിങ്ങൾക്ക് ബാക്കിൽ പാറ കാണാം. நிறைய பாறை இப்போ இல்லை, பொழிச்சு ஸ்டெப்பு இட்டு நான் வந்து ஒரு பழைய ஒரு ஷார்ட்ஸ் பார்க்கும்போது 1970 மோர் தென் 1980s 1930 ആ പീരീഡിൽ വന്ന് ഒരു സിനിമയിൽ കാണിച്ചതാണ്. ഒരാൾ വന്ന് കാറിൽ ഈ പാറേൻ്റെ മേലെ വെച്ചിട്ട് പാറയോടെ മേലെ നടന്നു വരും. സോ അങ്ങനെ ഇരുന്ന സ്ഥലമായിരുന്നു. സോ ഡിവൈൻ എനർജി സ്പിരിച്വൽ പേഴ്സണുக்கு വന്ന് ഇത് ஃபீல் ஆகும். ஸோ നിങ്ങൾക്ക് சென்னையுள்ள ஆள்காரன் கண்டிப்பாக இவட வந்து நோக்கணும். இது ரொம்ப நொஸ்டாலஜிக்கு. நான் இத்தனை வருஷமாக சென்னையில் இருக்கேன். எனக்கு இப்போ தான் எனக்கு பிளெஸிங் வந்திருக்கு. ஸோ எல்லாத்துக்கும் ஒரு டைம் இருக்குது. அப்புறமா வந்து ரொம்ப முக்கியமான ஒரு நடந்த இடம் இது. வால்மீகி வந்து ராமாயணம் எழுதி முடித்தோடனே அவருக்கு வந்து ரங்கநாதன் சாமியோட பிளெஸ்ஸிங்காக சீக் பண்ணுறது தான் இங்கே வந்திருக்காரு. ஸோ இங்கே கண்டிப்பாக எல்லோரும் வரணும். இந்த இடம் வந்து எப்படின்னா கிராமத்துக்குள்ளே இருக்கிற மாதிரி ஒரு ஃபீலிங் வரும். முக்கியமாக வந்து நமக்கு வந்து அந்த பழைய ஞாபகங்கள் வர மாதிரி இடம் அது. ரொம்ப நொஸ்டாலஜிக்கான இடம். ஸோ நீங்கள் சென்னையில் இருக்கவங்க கண்டிப்பாக வந்து இந்த இடம் கண்டிப்பாக நீங்கள் வந்து பார்க்கணும். ஓம் நலையம் சென்னையிலேருந்து 20 கிலோமீட்டர் பல்லாவரம் கிட்டே இருக்குது. ஸோ பக்கத்தில் பார்த்தீங்கன்னா குப்பத்தூர் வந்தீங்கன்னா நீங்கள் தாம்பரம் பைபாஸோட நீங்கள் நீங்கள் வந்தீங்கன்னா இந்த இடம் கண்டிப்பாக நீங்கள் ரீச் ஆகிடலாம். இங்கே வந்து இங்கே கோவிலோட முக்கியமான நிறைய ஹைலைட்ஸ் என்னென்னா வந்து க்யூர் டிசீசஸ், அப்புறம் வந்து பிஸ்னஸ் க்ரோத்துக்கு, அப்புறம் பிளானட்டரி பொசிஷன்ஸு, கிரகநிலையெல்லாம் பரவி இருக்குது. அதெல்லாம் சரியாக கோவில். ஸோ இது
நாங்களுக்கு இத்தனை வருஷம் இவ்வளோ வருஷமாக எங்கள் சென்னையிலேருந்து எங்களுக்கு இப்போ தான் ஒரு பிளெஸிங் கிடச்சிருக்கு. எல்லாமே ஒரு டிவைன் எனர்ஜி. ஸோ ஸ்பிரிச்சுவல் பர்சன் கண்டிப்பாக இது வந்து ஒரு அவங்களுக்கு வந்து பயங்கரமாக ஒரு இம்பேக்டாக இருக்கும் அது. ஸோ கண்டிப்பாக யூ ஆர் ஆழ்வார், வாட் ஐ சே, if you are a worshipper of Lord Vishnu, you must visit because this belongs one of the 108 Divya Desh. Thank you all. അപ്പോൾ അതേ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വോയിസൊക്കെ ഹസ്ബൻഡിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് മൈക്ക് എടുത്തുകൊണ്ട് വന്നതാണ്, പക്ഷേ മൈക്കിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേട്ടോന്ന് അറിയത്തില്ല. ഫോണിലാണ് റെക്കോർഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ക്ലൈമറ്റേ അല്ല തിരികെ വന്നപ്പോഴേക്കും ഉണ്ട് ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ ആദ്യം പൂ മേടിച്ച കടയിലെ ആ ആൻറ്റിയാണ് പറഞ്ഞത് ഇതിൻ്റെ പുറകിലാണ് ഇവിടുത്തെ കുളം ഉള്ളതെന്ന്. അപ്പോൾ ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വെള്ളം വറ്റാത്തത് കൊണ്ടാണ് ഇവിടെ നീർവർണ്ണ പെരുമാൾ കോവിലെന്ന് പ്രത്യേകം പേര് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. നീർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എന്നാണ് അർത്ഥം. അപ്പോൾ നീർവണ്ണ പെരുമാൾ എന്നാണ് ഈ കോവിലിൻ്റെ പേര്. അപ്പം ഇവിടെയും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളം ഇപ്പം ഇറച്ചിട്ടേക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ചുറ്റിനും കാണാത്തത്, മണ്ണ് മൂടി ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ വെയിൽ സമയത്ത് ആദ്യമായിട്ടാണ് ഈ കുളത്തിൽ വെള്ളം ഇത്രയും വറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്, ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കൗണ്ടർമണി സെന്തിലിൻ്റെ ഒരു കോമഡി സീനിനെ പറ്റി. അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ കുളത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു മരത്തിൻ്റെ ചുറ്റും വെച്ചിട്ടാണ് കേട്ടോ. ഒരു കരിക്കിൻ്റെ ഒരു കോമഡി ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നോക്കിയാലും മനസ്സിലാവും. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഫ്ലൈറ്റ് കണ്ടത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൻ്റെ ഒരു ഷോട്ട് എടുത്താണ്. നമ്മൾ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇന്ന് നമുക്ക് അതിനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളോട് ആ ആൻറ്റിയാണ് പറഞ്ഞത് ഇന്ന് എന്തായാലും നിങ്ങൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇവിടെ തന്നെയുള്ള ഇതിൻ്റെ തൊട്ടടുത്താണ് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് കുണ്ട്രത്തൂർ മുരുകൻ ക്ഷേത്രം എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ഒരു മനസ്സിലാണ് ഇരുന്നത് പോകണോ വേണ്ടയോ എന്നുള്ളത്. അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ കുണ്ട്രത്തൂർ മുരുകൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ക്യൂവിൽ നിന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് കൃത്തികയാണെന്നുള്ള കാര്യം കേട്ടോ. അത് നമുക്കൊരു ഭയങ്കര അത്ഭുതം തോന്നി, കാരണം നമ്മൾ അറിയാതെ വന്നൊരു സ്ഥലമാണ്, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നല്ലോ. കൃത്തികയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കയറി വന്ന വഴിയിലല്ല തിരികെ ഇറങ്ങി പോകുന്നത്. അപ്പം ശരിക്കുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ്, ഇതുവഴി വേണം കയറി വരാനായിട്ട്. പക്ഷെ ഞങ്ങൾ ബൈക്ക് പാർക്കിംഗ് ചെയ്തത് വേറൊരു വഴിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതുവഴി ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ബൈക്ക് കാണാനില്ല. പിന്നെ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് ഈ പടിക്കെട്ട് വഴി കയറി അപ്പുറത്തൂടെ കറങ്ങിയിട്ടൊക്കെയാണ് തിരികെ പോയത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പെരുമാൾ കോവിലിനൊരു പ്രത്യേകതയുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ 108 ക്ഷേത്രങ്ങളുണ്ട്. അതായത് മഹാവിഷ്ണുവിന്റെ പ്രസൻസ് ഉള്ള, മഹാവിഷ്ണു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ, അത് 108 ദിവ്യദേശം എന്ന് പറയും കേട്ടോ. അപ്പൊ അതില് ഒരു ദിവ്യദേശം കൂടിയാണ് ആ ഒരു നീർവർണ്ണ പെരുമാളിന്റെ ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പോകണം. രാഹു കേതു ദോഷം ഉണ്ടെങ്കിൽ മാറുമെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ അതുപോലെ തന്നെ പാപമോക്ഷം ഒക്കെ കിട്ടും എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ശനിയാഴ്ചകളിൽ വരാൻ നോക്കുക കേട്ടോ, മറക്കരുത്. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഈ 2 ക്ഷേത്രങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണണേ ചെന്നൈയിലുള്ളവരാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.